ഇന്ന് രാവിലെ 6 മണി മുതൽ കോഴിക്കോടേക്ക് നല്ല മഴയാണ് കേട്ടോ. വേറെ എവിടെയെങ്കിലുമൊക്കെ മഴ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്ക് മഴയൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് മഴയൊക്കെ ഒന്ന് കുറച്ച് സമയം നോക്കി പിന്നെ ഇന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ലീഫ് എടുത്ത് കഴുകിയൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ മീഷോന്നൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇതേപോലെ ഒട്ടിക്കുന്നത്. എന്നാൽ പിന്നെ അതവിടെ ഒട്ടിച്ച് കൊടുത്താൽ നമുക്ക് ഈ ലീഫ് അതിലുള്ള കുടുക്കിയിട്ടാൽ മതി. പിന്നെ അത് താഴെ ഇളകി പോരൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. അപ്പോൾ നിധി നല്ല ഉറക്കമാണ്. നിധി ഉറങ്ങുമ്പോഴാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ഒരു പണി എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ അതിൽ നിന്ന് നീറ്റ് പോരുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ കിച്ചണിൽ ഇനിയിപ്പോൾ ഒന്ന് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടേക്ക് ഒന്ന് തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ട്രേ ഉണ്ട്, അതൊക്കെ കഴുകി പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കിച്ചണൊക്കെ നല്ല നീറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അടിച്ചൊക്കെ വാരാനുണ്ട്. ആൾ നല്ല ഉറക്കം, അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള പണികളും കൂടി വേഗം തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ അടിച്ചു വാരി ഇനിയിപ്പോൾ ബാക്കി ടേബിളിൻ്റെ ചോട്ടിലൊക്കെ ഒന്ന് അടിച്ചു വാരുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം ഒരു അട ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊന്നും ഉണ്ടാക്കുന്നില്ല. അവിടെ തേങ്ങയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉള്ള തേങ്ങ കൊണ്ട് ഒരു 3-4 ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീമോൾ ട്യൂഷന് പോയിട്ടുണ്ട്. അപ്പോഴേക്കും ആൾ ഉറങ്ങി എഴുന്നേറ്റുണ്ട്. ഞാൻ വിചാരിച്ച് വൈകുന്നേരത്തെ ചപ്പാത്തി എന്നാൽ കുഴച്ച് വെക്കാമെന്ന്. അപ്പോൾ എൻ്റെ മുടിയും കമ്മലൊക്കെ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ നിധി. അങ്ങനെ രാവിലെ എടുത്തിട്ടാണ് പൊടിയൊക്കെ കുഴച്ച് വെച്ചത്. അങ്ങനെ അതുമായി അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മഞ്ഞ ഇലയ്ക്ക് ആണ് കേട്ടോ കിട്ടിയത് എനിക്ക്, പച്ചിലയ്ക്ക് പകരം.